ഊർവശി ഊർവശി take it easy ഊർവശി ഊർവശി പോലെ ഉടമ്പിരുന്ന தேவையில்ல pharmacy. എന്ത് ഫാസ്റ്റ് ആയിട്ടാ ജോലിയൊക്കെ ചെയ്യുന്നേ? நான் எப்பவுமே அப்படிதான், ரொம்ப ஃபாஸ்டா தான் எல்லா வேலையும் செய்வேன். ആ நான் சின்னத்துல இருந்தே அப்படிதாங்க. அதனால என்னோட ஃப்ரெண்ட்ஸ் எல்லாம் என்ன கூப்பிடுவாங்க தெரியுமா? എന്തുവാ? எக்மோர் எக்ஸ்பிரஸ். എന്ത്? எக்மோர் எக்ஸ்பிரஸ். ട്രെയിൻ? ஆமா, எங்க ஊர்ல ஓடுற ட்ரெயின். എനിക്ക് സാധാരണ തമിഴ് മനസ്സിലാവത്തില്ല, പക്ഷെ എനിക്ക് കനകത്തിന്റെ തമിഴ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. எங்க ஊர் தமிழ் வந்து ரொம்ப வித்தியாசமா இருக்கும், அதனால ஒண்ணுமே புரியாது. ஆனா நான் இங்க வந்ததுல இருந்து கொஞ்சம் மலையாளம் எல்லாம் கலர்த்தி பேசுறேன், அதனால உங்களுக்கு எல்லாமே புரியுது. വെറുതെ അല്ല, ഞാൻ പണ്ട് സിനിമയൊക്കെ കാണുമ്പോ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് കനകത്തിന്റെ എല്ലാം പറയണ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നേ. അല്ല, ഒരു കാര്യം ചെയ്യ്, ഞാനിത് അറിയാം, വേറെ എന്തെങ്കിലും ജോലി ഉണ്ട് ചെയ്തോ. அப்படின்னா நான் போய் 2 தேங்காய் புதிச்சிட்டு வரட்டா? பழகி இருக்கு. അതാണ് സീതാ മാഡം രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോന്നോ? ഇതെന്താ പതിവില്ലാതെ കിച്ചണിലേക്ക്? ഇങ്ങനെയുള്ള ശീലമൊന്നും ഇല്ലല്ലോ ചേട്ടന്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ കണ്ടില്ല, അപ്പൊ ഞാൻ തിരക്കി വന്നതാ. അതെ, ഇവിടെ എല്ലാരും രാവിലെ എണീക്കും, അപ്പൊ ഞാൻ മാത്രം ലേറ്റ് ആയിട്ട് എണീക്കുന്നത് മോശമല്ലേ? രാത്രി വന്ന് കിടക്കുന്നത് ലേറ്റായിട്ട് തന്നെയാ. അപ്പൊ വന്ന് സംസാരിക്കാനൊന്നും സമയം കിട്ടാതെ. സംസാരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഇഷ്ടം പോലെ. അങ്ങനല്ല, പിന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാനേ സമയം കിട്ടാതായി. വന്ന് ഇവിടത്തെ എല്ലാവരുമായിട്ട് കമ്പനി ആയപ്പോ നമ്മളൊന്നും വേണ്ടാതായി. അല്ല, ഇന്ന് അമ്മയെ ഞാൻ സഹായിക്കാൻ തരും. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പാചകം ചെയ്യുന്നത്. പിന്നെ അച്ഛൻ എപ്പോഴും അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കും. ചുമ്മാ പറയാന്നേ. ആണ്ടിൽ സംക്രാന്തിക്ക് വന്ന് അടുക്കളയിൽ കയറും, എന്നിട്ട് പിറ്റേ വർഷം മുഴുവൻ അതിന്റെ കണക്ക് പറയുകയും ചെയ്യും. ഇതേ ഒരാള് ചെയ്ത ഉപകാരത്തെ അങ്ങനെ വില കുറച്ച് കാണരുത്. പിന്നെ ഉപകാരം കനകം തേങ്ങ പൊതിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ പണിയെടുത്തോ. ക്യാബേജ് ഒന്ന് കഴുകിയിട്ട് അരിയട്ടോ. അവക്കെടുത്താൻ വേണ്ടിട്ട് പിള്ളേരെ കണ്ടിട്ട് വന്ന മോശമല്ലേ, കൈക്കിന്റെ പിടിച്ച്. അതിനെന്താ നമ്മൾ ഒരു കുഴപ്പമില്ല സീതേ. നാണം കെടുത്ത ആ കൊച്ചങ്ങാണി കണ്ടിരുന്നെങ്കിലോ. എന്ത് വേഷം കളിച്ച പ്രേമം വരില്ല. സീതുസേ, എന്തോ ക്യാബേജ് പിന്നെ അരിയാം. നമുക്ക് കുറച്ചേരം സംസാരിച്ച് കളിക്കല്ലേ വീട്. നമ്മൾ സംസാരിക്കുന്നതിന് എന്താ ടൈമിങ് മാറിപ്പോയി എന്റെ. ഒരിക്കലുമില്ല, മോർണിംഗ് പോലെ ആണാ? എന്തൊരു കുഴപ്പത്തെ ക്യാബേജ് അരിയെ സഹായിക്കുവായിരുന്ന? അല്ലടാ, ഒന്നുമില്ല. രാവിലെ തന്നെ സീതമ്മ കള്ളം പറയുവാന്നേ. കള്ളം പറയണോ? അതെന്തൊരു ടോക്ക് സീതാമ്മ. ഒന്നുമില്ലെങ്കിലും കുഴപ്പത്തെ പാവം, സത്യം മാത്രമല്ലേ പറയുള്ളൂ. അതെ, സത്യം മാത്രം. എന്റെയും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് വളർത്തി വലുതാക്കി ഇത്രയൊക്കെ പറയും. അതാണോ സത്യം പറയുന്നത്? അതിപ്പോ റിട്ടയറായ എല്ലാവർക്കും ഉള്ളതല്ലേ, ആർക്കും ഉദരമില്ലാത്ത അവരുടെ കുറച്ച് സത്യങ്ങൾ. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഇതേവരെ വെള്ളം ചേർത്തിട്ടില്ല. കുറച്ചൊക്കെ വെള്ളം ചേർക്കണം കുഴപ്പത്തെ, എന്നാലേ ഒരു ഗുമ്മുള്ളൂ. എന്നെ അതിന് കിട്ടില്ല മോനെ. പിന്നെ വെള്ളം ചേർത്തിട്ടേ ഇല്ല. എടാ, നിനക്ക് തന്നെ അറിയില്ലേ മറ്റേ കഥ, ലൈൻ കമ്പി കുത്തി പിടിച്ചോണ്ട് വന്നേ? മെയിൻ കഥ. മറ്റേ മഴ പെയ്യുന്ന സമയത്ത് ലൈൻ കമ്പി പൊട്ടി വെള്ളത്തിൽ വീണു, കമ്പെടുത്ത് 1 മണിക്കൂർ കുത്തിപ്പിടിച്ചോണ്ട്. അത് 1 മണിക്കൂർ ഇവിടെ, പലയിടത്തും 2-3 മണിക്കൂറായിട്ട് നീട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാലേ 10-15 മിനിറ്റ് തികച്ചു പിടിച്ചു നിർത്തിയിട്ടില്ല. അതിനാണ് ഈ കഥ മുഴുവൻ എല്ലാരോടും തുറന്ന് കിട്ടിനാ ഇങ്ങനെ നോണ പറയുന്നേ. ചിലമ്മേ, നീ ഇപ്പൊ ഈ പുച്ഛിച്ചു പറഞ്ഞ കാര്യമില്ലേ, അത് KCBയിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. അല്ല സീതാമോ, നമ്മളെ കനകാന്റെ ഒക്കെ അവിടെ? കനക അവിടെ തേങ്ങ പൊതിക്കാൻ വേണ്ടിട്ട് പോയി. നേരത്തെ എന്റെ അടുത്ത് പൊതിക്കാൻ പറഞ്ഞാണല്ലോ, എന്നിട്ട് ഇപ്പൊ പോയി പൊതിക്കണ? ഞാൻ പോയിട്ടുള്ളൂ. അതിന് ഇതങ്ങോട്ട് പിടിക്ക, പിടിച്ച അരിഞ്ഞു പായസങ്ങൾ തുറക്കൊഞ്ചൊക്കെ. റൊമാൻറ്റിക് അല്ലാത്തോളം
കഷ്ടം. എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ഇവിടെ കൊണ്ടുവന്ന് തുണി ഇങ്ങനെ ഇടല്ലേ എന്ന് കൊണ്ടിട്ടേക്കുന്ന കണ്ടില്ലേ? തുണിയെല്ലാം കൂടെ അലക്കാൻ പറക്കി കൊണ്ടുപോകണല്ലോ. അലക്കാൻ കൊണ്ടുപോവാ. അയ്യോ, എന്റെ സാരിയൊക്കെ ഇതിനകത്ത് കിടക്കുന്നത്. അമ്മ ഇങ്ങനെ ഞാൻ ഞായറാഴ്ച ഒരുമിച്ച് അലക്കിക്കോളാം. വേണ്ടെന്നേ, ഞാൻ അലക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അമ്മ ഇങ്ങനെ സമ്മതിക്കായിരിക്കല്ലേ എല്ലാത്തിനും. തൂത്ത് വരാൻ ചൂലെടുത്ത് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. കനകത്തിന്റെ അടുത്ത് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ അവളും ഒന്നിനും സമ്മതിക്കത്തില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വല്ല അസുഖം വരും കേട്ടോ. അതൊന്നും കുഴപ്പമില്ലെന്നേ. ഞാനേ പടവലത്തായിരുന്ന സമയത്തേ എത്ര വയ്യായെങ്കിലും എല്ലു മുറിയെ പണിയെടുക്കും. ആ പണിയെടുക്കുമ്പോ കിട്ടുന്ന ഉന്മേഷവും ആരോഗ്യം ഉണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാ. സത്യം. അല്ല ലച്ചു എന്തേ? ലച്ചുവിനെ ഇവിടെ കണ്ടില്ലല്ലോ. അവൾ ഏതോ കൂട്ടുകാരന്റെ അടുത്ത് പോയിക്കുവാ. സീതാമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ലച്ചു ചേച്ചി മടിയെല്ലാം മാറി അടുക്കള കയറി പണിയെടുക്കുന്നുണ്ട്. ലച്ചു ചേച്ചി പണിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ മടി കൂടി. ഈയിടെയായിട്ട് പഠിക്കുന്നൊന്നും കാണുന്നില്ല. അത് ശരിയാണല്ലോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പാറക്കുട്ടി പഠിക്കുന്ന കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ എന്റെ നേരെ തിരിഞ്ഞാ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിലോട്ട് വാ. റൂട്ട് മാറിപ്പോവല്ലേ? റൂട്ടൊന്നും മാറിപ്പോകത്തില്ല. അല്ല, അമ്മ അടുക്കളയിലോട്ട് കണ്ടില്ലല്ലോ. അതെനിക്ക് രാവിലെ കുറച്ച് തേങ്ങയുടെ റബ്ബറിന്റെ ഒക്കെ കണക്ക് നോക്കാനുണ്ടായിരുന്നു. ഞാനിന്ന് അടുക്കളയിൽ കയറി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കറിക്ക്. കറിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടോ? അയ്യോ, എന്നാ പിന്നെ ഞാൻ അങ്ങ് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ക്യാബേജ് അരിഞ്ഞായിരുന്നോ? ക്യാബേജ് എന്റെ കയ്യിൽ തന്നിട്ട് നീ പുറകിലോട്ട് പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അല്ല, നീ എവിടെ പോയി അത് പറ. ഞാൻ പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഊഞ്ഞാലെ ഇരുന്ന് ഫോൺ നോക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. അപ്പൊ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എന്നിട്ട് എന്ത് വിളിക്കാഞ്ഞേ? വെറുതെ എന്തിനാ നിങ്ങളെ ഞാൻ വിളിക്കുന്നേ? അപ്പൊ അച്ഛനും അമ്മയെ തപ്പ നടക്കുമായിരുന്നല്ലേ? ഇവിടെ ഉപ്പുണ്ടായിരുന്നോ? എന്തിന്? നമുക്ക് അകത്തോട്ട് പോവാം. അല്ല അല്ല, നീ പോവില്ലേ? എന്താണ്? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാ ഇപ്പൊ സംസാരിക്കാനുള്ളേ? കുഴപ്പമില്ലാത്ത പണി നടക്കുകയാണല്ലോ, അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പോലെ തൽക്കാലം ഇപ്പൊ ഡിസ്കസ് ചെയ്യണ്ട. മോർണിംഗ് തന്നെ വാ. എന്താണ് BA മലയാളം റാങ്ക് ഹോൾഡർ ചായ കുച്ചാണോ? എനിക്ക് ചായ കുടിച്ചൂടി? ചായ കുച്ചിക്കോ, അത് ചോദിക്കാനല്ല ഞാൻ വന്നത്. എന്താണ് നിന്റെ ഉദ്ദേശം? ചായ കുടിക്കണം. എടാ, ജീവിതത്തെ പറ്റിയിട്ടുള്ള ഉദ്ദേശം തുടർ പഠനമാണോ അതോ അമ്മ പറയുന്ന പോലെ കാള കളിച്ച് നടക്കാനാണോ ഉദ്ദേശിക്കുന്നേ? ചേട്ടൻ കാളേനെ നമുക്ക് പടലത്തോട്ട് പറഞ്ഞയക്കണം, എന്നിട്ട് പറമ്പ് കളയ്ക്കണം. കിളക്കി ഞാൻ. രണ്ടുപേരുടെ ഹാസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറങ്ങും. കാര്യം പറയടാ. ഇനി ഞാൻ ഇനി അടുത്ത പഠിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ME മലയാളം. ഒന്നെങ്കിൽ MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കും. 2 വർഷത്തെ കോഴ്സ്, അറിയാലോ. പിന്നെ അതിന്റെ ഇടയ്ക്കാലത്ത് കുറച്ച് കൃഷിയും പടവലത്ത് ഞാൻ ഇറക്കും. അത് വേണ്ട. നീ BA പഠിച്ചിരുന്നപ്പോ കുറെ അടക്കാലത്ത് കൃഷി ഇറക്കിയതാണ്, നമ്മൾ ആരും ഒന്നും കണ്ടില്ല. അതുകൊണ്ട് MA പഠിക്കുവാണെങ്കിൽ MA അങ്ങ് പഠിച്ചാ മതി, കൃഷി ഇറക്കല്ലേ. சீதாம்மா உங்க போன் அடிக்குது. ഹലോ സീതുസേ, ഓഹോ, നീ അടുക്കളയിലായിരുന്നല്ലേ? അതെ. നിനക്ക് എന്നോടിപ്പോ സംസാരിക്കാൻ സമയമില്ലല്ലോ. നീ ഒന്നിങ്ങോട്ട് വാ. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ശരി എന്നാ, ഓക്കെ. അല്ല, ഞാൻ നമ്മളിവിടെ പറഞ്ഞു. നമ്മളെ പറഞ്ഞോണ്ടിരുന്ന കാര്യം, അതായത് പടവലത്തെ കാര്യം നീ നല്ല വെച്ചോണ്ടിരുന്നേ. പടവലത്ത് ഇപ്പൊ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നോക്കണം. ആരാ? ഞാനാ. പിന്നെ മോൻ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യും. അയ്യോ, പിന്നെ കേശു ഭയങ്കര കൃഷിക്കാരനല്ലേ. ആദ്യം പടവലത്തായിരുന്നു കൃഷി, പക്ഷെ അവിടെ നിന്ന് വലിയ വരുമാനം ഒന്നും കിട്ടാതായപ്പോഴത്തേക്കും നൈസായിട്ട് കേശുമോൻ ചേച്ചി ഹൗസിങ് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ വന്നൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ലെന്നേ വരുമാനം.
ഇപ്പൊ പടവലത്ത് നിന്ന് കിട്ടുന്ന പൈസക്കകത്ത് ഒരു പങ്ക് അമ്മമ്മ കേശവന് കൊടുക്കാറ്. പിന്നെ കള്ളത്തരം കാണിച്ച് കുറച്ച് പൈസ ഇസ്കിട്ടും. என்ன சொன்னாலும் படவலத்துல எல்லா விஷயமும் பாத்துக்கிறது நம்ம கேசுதான். പക്ഷേ അത് അംഗീകരിച്ചു തരാൻ ഇവിടെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആരാ? കുഴപ്പത്തെ വീടിനടുത്തുള്ളതാ. ഹലോ സീതുസേ, ആ പറഞ്ഞോളൂ. നീയേ അവരുടെ ഇടയിൽ നിന്നൊന്നും മാറിയുന്നേ, എനിക്കൊന്ന് സംസാരിക്കണം നിന്നോട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ, ഞാൻ ഈ മാവിന്റെ വീട്ടിലുണ്ട്. ചക്കയല്ലേ? മാവെന്ന് പറഞ്ഞപ്പോ ചക്കയെന്നാ? ഒരു 3 എടുത്ത് വെച്ചേക്ക് കേട്ടോ. ഇടി, എനിക്ക് നിന്നോട് സംസാരിക്കണോന്ന്. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കിനും ഞങ്ങൾ എടുത്തോളാം. ജനാർദ്ദന ചേട്ടനെ വിളിച്ചോ. ഇടി, ഞാനല്ലേ നിന്നോട് സംസാരിക്കണത്. ശരി എന്നാ വെക്കല്ലേ. ഹലോ. കുറെ നേരമായല്ലോ. അല്ല ചക്കേ, അല്ല ചക്കയോ? അല്ല ഈ ചക്ക 2-3 ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീട്ടിലെ ചേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച ചെല്ലുമ്പോഴത്തേക്കിനും എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചത്. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? കൃഷിയുടെ കാര്യം. എന്ത് അല്ല പടവലത്ത് പോണ കേസ്? അത് നമുക്ക് എല്ലാവർക്കും ഉള്ള പടവലത്ത്. ஆமா, ரொம்ப நாளாச்சு நம்ம படவலம் போயிட்டு. പറഞ്ഞല്ലോ, സീതാ പോയി. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എല്ലാരും കൂടെ പടവലത്ത് പോയിട്ടില്ലല്ലോ. ഇല്ല പോയിട്ടില്ല. ഓരോ അങ്ങനെ ചെയ്യാ. ഹലോ സീതുസേ, ആ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നോ? നീയേ അധികം കിടന്ന ആളാവല്ലേ. എനിക്കങ്ങ് ദേഷ്യം വന്നാലുണ്ടല്ല, ഞാനങ്ങ് കുഴിപ്പള്ളത്തേക്ക് പോവും. അതിനെന്താ, പോയിക്കോ. നീ ഇല്ലാതെ ഞാനവിടെ 3 ദിവസം വരെ നിൽക്കും. ഒരാഴ്ച വരെ പറ്റത്തില്ലേ? എന്നെ ദേഷ്യപ്പെടുത്തല്ലേ. ശരി, ഞാനേ കുറച്ച് തിരക്കാം. ശരി എന്നാ, ആയിക്കോട്ടെ. കട്ട് ചെയ്ത്. വെരി അൺറൊമാൻറ്റിക് ഭാര്യ. കഷ്ടം. അല്ല, നേരത്തെ ചക്കയുടെ കാര്യം പറഞ്ഞ് വിളിച്ചില്ലായിരുന്നോ? അപ്പൊ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു ഞാനേ. അല്ല, നമ്മൾ ഒരാഴ്ച കഴിയുമല്ലോ അങ്ങോട്ട് ചെല്ലാൻ. ചക്ക ചീത്തയായി പോരുതല്ലോ. അതായത് ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ പടവലത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് ഉമേഷ് ചേട്ടന്റെ കക്കൽ ഓർത്ത് കുറഞ്ഞിട്ടുണ്ട്. അതിനും കൂടെ വേണ്ടി അവൻ കക്കുന്നു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വന്നല്ലേ, എനിക്കറിയാം നീ വരുമെന്ന്. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? കുഴിപ്പള്ളത്തായിരുന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു. ഇവിടെ അതിനൊന്നും പറ്റണില്ലെന്നേ. എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ ഇത്രയും പേരുള്ളപ്പോ സാഹചര്യം ഒത്തു വന്നാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന് കൊഞ്ചിക്കൊഴയാനൊന്നുമല്ല വിളിക്കണത്, ഒന്ന് സംസാരിക്കാൻ. ഇപ്പൊ ഇവിടെ ആരുമില്ല, സംസാരിക്ക. എടി, നീ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ പേടിക്കണത്? നമ്മളെന്താ വല്ല വൃദ്ധ ദമ്പതികളാണ്? അല്ല, ഇപ്പോഴത്തെ വൃദ്ധ ദമ്പതികളുടെ സ്റ്റൈലും മാറിപ്പോയി. പാട്ടും ഡാൻസും ചിരിയും കളിയും റീൽസിലൂടെ ഒക്കെ കാണണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ജെൻസിയുടെ മാത്രമല്ല കാലം മാറിയേക്കണത്, നമ്മുടെയും കാലം മാറി. കാലമൊക്കെ മാറി, സമ്മതിച്ചു. പക്ഷെ അതിനനുസരിച്ച് കോലം കെട്ടാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിന് കോലം കെട്ടണമെന്ന് ആര് പറഞ്ഞ്? കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം. നീ വന്നേ, ഇവിടെ ഇരുന്നേ. ചുമ്മാ അവര് കാണും കേട്ടോ. എന്റെ അയനെ കുറ്റി പറിച്ച വീട്ടിൽ സീത, നീ ആരെയാണ് ഭയക്കണത്? ഇട്ടേ കൈ.
ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ വീട്ടുപേര് കൂട്ടി വിളിക്കരുതെന്ന്. അങ്ങനെ വിളിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് ദേഷ്യം വരും. എനിക്ക് ഈ ദേഷ്യോട് ഇഷ്ടം. എന്താണ് ഏട്ടാ ഇങ്ങനെ? എടി നീ എന്റെ അവസ്ഥ മനസ്സിലാക്കുക. ഇവിടെ എല്ലാവരും ഉണ്ട്, അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. പക്ഷെ എന്നാലും നിന്നോട് ഒന്ന് സംസാരിക്കാതെ വരുമ്പോഴല്ല മൊത്തത്തിലൊരു മിസ്സിങ്, ഒരു ശൂന്യത. മിസ്സിങ്ങോ? എന്റെ ദൈവമേ, വീട്ടിൽ വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ലേ ഈ മിസ്സിങ്? ഞാൻ അടുക്കള കിടന്ന് പണി എടുത്തോണ്ടിരിക്കുമ്പോഴൊന്നും ഈ മിസ്സിങ് ഒന്നും പറഞ്ഞു വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ വെച്ചൊരു പുതിയ മിസ്സിങ്. അതെന്താന്നറിയാമോ? അടുത്തുണ്ടാവുമ്പോ നമുക്ക് ആ വില അറിയാൻ പറ്റില്ല. അകന്നിങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അതിന്റെ വില അറിയുന്നത്. ഇപ്പൊ ശരിക്കും ഞാൻ നിന്റെ വില അറിയുന്നു. എന്ത് ചുമ്മാ നീ അവിടെ ഇരിക്കടി, ഇരുന്നോ? പറ. നീ പറഞ്ഞാ മതി. ഞാനെന്ത് പറയാനാ? എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ പറ. എന്തെങ്കിലൊക്കെ പറ, ഞാൻ കേട്ടോളാം. നിങ്ങൾ പറ, ഞാൻ കേട്ടോളാം. എന്നാ ഞാൻ പറയാം. ഒരു സാധനം കേട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ ചാലക്കുടിയിലായിരുന്ന സമയം, നീ അന്ന് കുഴപ്പമുള്ളതാണ്, 2 ആഴ്ച ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ആകെ സങ്കടപ്പെട്ട് നിന്നെ കാണാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞാൻ ഉറപ്പിച്ച് ഇന്ന് വൈകുന്നേരം എന്തായാലും വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വൈകുന്നേരം ആയപ്പോ തൊട്ടപ്പുറത്തെ പോസ്റ്റിൽ ഒരു ഷോർട്ട് സർക്യൂട്ട്. ഞാൻ നോക്കിയപ്പോ ഇടിച്ചു കുത്തി പെയ്യണ മഴ. ഞാനും ബാഹുലേനും കൂടി പോസ്റ്റ് ചെയ്ത് വലിഞ്ഞ് കേറി. എന്റെ പൊന്നെ, ഒന്ന് ഇതിന് മേലെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു പോസ്റ്റിന്റെ കഥ. അച്ഛനും ചെയ്തമ്മേ നീയല്ലേ പറഞ്ഞത് എന്നോട് എന്തെങ്കിലും പറയാന്ന്? എനിക്ക് ഇതൊക്കെ പറയാൻ അറിഞ്ഞൂട്. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കാത്തത്, മനസ്സിലായോ? ഇടമായി എന്താണ് രണ്ടാമത് ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ എന്താ കുഴപ്പം? അടിപൊളിയല്ലേ? വലിയൊരു മാവ്, നല്ല തണല്, നല്ല കാറ്റ്. ഇതേപോലെ തന്നെ സീതയുടെ വീടിന്റെ മുറ്റത്തും വലിയ കാട്ടൊരു അയണി ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു 100 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അയണി. അവരുടെ വീട്ടുപേരും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ, അയണിക്കുറ്റി വീട്. അതിപ്പോ ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ആ കഥ പറയാൻ വേണ്ടിട്ടാണോ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ വരും? കഥയാ? ഏത് കഥ? അല്ല, അത് ചുമ്മാ നാട്ടുകാര് വെറുതെ പറയുന്ന കഥ. നാട്ടുകാര് ചുമ്മാ പറയണമെന്നല്ല, കഥയുണ്ട് മോളെ. പറയട്ടെ. അങ്ങനെ ഈ അയണിമാർ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവളുടെ അച്ഛൻ അന്ന് നാട്ടുകാർ വിളിച്ചിരുന്നത് അയണി വീട്ടിൽ ബാലൻ എന്നായിരുന്നു. അങ്ങനെ അയണി വീട്ടിൽ ബാലൻ എന്ന പേര് കേട്ട് കേട്ട് സഖി കെട്ടിട്ട് പുള്ളി ആ അയണി അങ്ങ് മുറിച്ച് വിറ്റു. അത്രയും പഴക്കമുള്ള അയണിയാ? തടഞ്ഞാണല്ലേ? പിന്നെ മരം മുറിച്ച് വിൽക്കണ ഇതില് പുള്ളി ബിരുദനാണ്. പുലി പുലി പുലി. ഒന്ന് നിർത്തിക്കേ, കൊറേ നേരമായിട്ട് പറയാട്ടോ എന്റെ അച്ഛനെ പറ്റിട്ട്. സീതമ്മ നിർത്തല്ലേ. ഈ പഴംപുരാണോ കുടുംബചരിത്രം കേൾക്കാൻ ഒരു പ്രത്യേക തരം ത്രില്ലല്ലേ? അച്ഛൻ പറ. അങ്ങനെ അയണി മുറിച്ച് വിറ്റ് കഴിഞ്ഞപ്പോ ആ പേരങ്ങ് പോകുന്ന പുള്ളി കരുതത്. അപ്പൊ നാട്ടുകാർ വേറെ പേര് വിളിക്കാൻ തുടങ്ങി. അയണി മുറിച്ച വീട്ടിൽ ബാലൻ എന്നാക്കി. അപ്പോ ആ അയണിയുടെ കുറ്റി വീട്ടുമുറ്റത്ത് നിൽക്കുകയാണല്ലോ. പിന്നെ തുടങ്ങി നാട്ടുകാർ പുള്ളിനെ അയനിക്കുട്ടി വീട്ടിൽ ബാലൻ എന്ന് വിളിക്കാൻ തുടങ്ങി. പുള്ളിക്ക് അങ്ങ് ദേഷ്യം ഇളകിയിട്ടുണ്ടല്ല, പുള്ളി ആ കുറ്റി കുറെ ആൾക്കാരെ വിളിച്ചിട്ട് പറിച്ച് ദൂരെ കളഞ്ഞു. അതോടെ ആ പേര് നിൽക്കുമെന്ന് കരുതി. അപ്പൊ അതേ ആൾക്കാർ അടുത്ത പേര് വിളിക്കാൻ തുടങ്ങി, അയനിക്കുറ്റി പറിച്ച വീട്ടിൽ ബാലൻ. ആ അയനിക്കുറ്റി പറിച്ച വീട്ടിൽ ബാലന്റെ മകളാണ് അയനിക്കുറ്റി പറിച്ച വീട്ടിൽ സീത. എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല, ഞാൻ പോവാ. അങ്ങനെ പോകല്ലേ, ഇത് പറയാനല്ലോ, നമ്മള് വേറെ കാര്യം സംസാരിക്കാനല്ലേ വന്നത്. അപ്പോഴേക്കും ഇവര് വന്ന കാരണല്ലേ നമ്മള് റൂട്ട് മാറ്റി പോയത്. ശിവ, അത് പറഞ്ഞപ്പോഴാ ഞങ്ങള് വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെ ഇതുവഴി വന്നപ്പോ ഇവിടെ നിങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോ വന്നതാ. അപ്പൊ പാടി ശിവ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ പിന്നെ പോട്ടെ. അയനക്കുറ്റി പറിച്ച വീട്ടിലെ സീതാമ്മേ. അത് കളക്കി കളിയാക്കിയപ്പോ സമാധാനമായല്ലോ അല്ലേ? കളിയാക്കിയതല്ല, ഞാൻ ആ ചരിത്രം പറഞ്ഞപ്പോ കൂടെ എല്ലാം പറഞ്ഞു എന്ന് മാത്രം. ഇത് പറയാൻ വേണ്ടിട്ടാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അങ്ങനെയല്ല. ഇതാണോ നിങ്ങളുടെ റൊമാൻസ്? അല്ല, ഞാൻ റൊമാൻസ് വേറൊരു ടൈപ്പിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ ഇങ്ങോട്ടൊക്കെ പോയി. ആണല്ലേ? ശരി, എന്നാ ഇവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് റൊമാൻസ് കാണിച്ചോ കേട്ടോ. സീതെ പോകല്ലേ. നിങ്ങക്ക് എന്താ പ്രശ്നം? പ്രശ്നമല്ല,
എടി എന്റെ നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹം കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്താ തോന്നുന്നത് എനിക്കിപ്പോ? പറ. നിങ്ങളെ ഷോക്ക് അടിപ്പിക്കാൻ സീതേ, സീത സീത അവിടെ നിൽക്കാൻ സൗകര്യമില്ല. ഞാനാ പറയണത്. നീ പോയേ. കേശുവേ ഓ എന്തൊരു പോവാ? മണിക്കൂറുകളോളം ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതിന് നിനക്ക് ഒരു കുഴപ്പമില്ല. പടവലത്തൊന്ന് പോകാൻ പറഞ്ഞാ നിനക്ക് സമയമില്ല, നിനക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ നീ പറയുന്നേ? അല്ല മുമ്മ, ഞാനിപ്പോ ഇന്ന് പടവലത്ത് പോവാൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നല്ലോ. അപ്പൊ എല്ലാരും എന്താ പറഞ്ഞേ? എല്ലാരോടും ഒരുമിച്ച് പോവാന്ന്. അപ്പൊ എല്ലാരോടും ഒരുമിച്ച് പോകുമ്പോ അങ്ങ് പോയാ പോരെ. അല്ലാതെ ഞാൻ ഇന്ന് പോയി പിന്നെ എല്ലാരും കൂടെ പിന്നെ ഒരുമിച്ച് പോയി അതിന്റെ കാശുണ്ടോ? അല്ല, എല്ലാത്തിനും നിനക്ക് ന്യായം ഉണ്ടല്ലോ. ചേട്ടാ, ഓ കുഴപ്പമില്ലാത്ത അച്ഛൻ ഗേറ്റിന്റെ വെളിയിൽ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് വെയിലാണ്, മക്കൾ അകത്ത് കയറി പോകാൻ പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ? വെയിലാണെങ്കിൽ അത്തരം വരണം. സീതുസേ, ഞാനിവിടെ ഉണ്ട്. നമ്മളെ വീടിന്റെ പുറത്തെ ഗേറ്റ് ഇല്ലേ, ഗേറ്റ് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരൂലേ, അപ്പൊ ലെഫ്റ്റ് സൈഡിലൊരു ഷെഡ് ഉണ്ട്, പാറമടരൊക്കെ തൊട്ട് ആ അവിടെ ഉണ്ട്. നീ ഇങ്ങോട്ടൊന്ന് വാ. വന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങും. മുമ്മോ, പിന്നെ നമ്മളിപ്പോ പടവലത്തോട്ട് പോകുമ്പോഴേ ഒരു 10-15 ഹൈബ്രിഡ് തെങ്ങ് മേടിച്ചു വെക്കണം കേട്ടാ. ഒന്നാമത് ഇപ്പൊ അവിടുന്ന് കിട്ടുന്ന തേങ്ങയുടെ അളവ് കുറവല്ലേ. എടാ, അവിടൊക്കെ മരക്കാലായതുകൊണ്ട് തെങ്ങൊന്നും വെച്ചാ ഉണ്ടാവത്തില്ല വച്ചേ. അത് കുഴപ്പമില്ല. നമ്മുടെ തെക്കേപ്പുറത്തെ വാഴപ്പണല്ലേ, അതിന്റെ തൊട്ടടുത്ത് കുറെ സ്ഥലം കിടപ്പുണ്ടല്ലോ. എന്താ കപ്പ നടാടുന്ന് വന്ന് വെച്ചിരുന്നല്ലേ? അതെന്തായാലും നടക്കാൻ പോണില്ല. വേണമെങ്കിൽ കപ്പ നടാം. സൈഡിൽ തെങ്ങ് വെച്ചിട്ട് നടുക്ക് കപ്പാണ്. അമ്മ എവിടെ പോവാ? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെളിയില് പുറത്തുണ്ട്. ചേട്ടാ, ഈശ്വര, ഇനി വരാത്തോണ്ടെങ്ങാനും. ചേട്ടാ, ചേട്ടാ, ഈ മനുഷ്യനിത് എവിടെ പോയി കിടക്കുക? നിങ്ങളുണ്ടല്ലോ, എവിടെയായിരുന്നു? ഞാൻ തൂണിലും തുരുമ്പിലും ഉണ്ടാകും. നിങ്ങളാരി കീടാണോ? അതെ, നിന്റെ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കുന്ന കീടാണോ? എന്തൊക്കെ ഈ പറയുന്ന? നാളാവില്ല ഇങ്ങനെയൊക്കെ പറയാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിട്ടയർമെന്റിന് ശേഷമാണ് സത്യം പറഞ്ഞ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ അതിനു മുന്നേ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അങ്ങനെയല്ല. അതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നാടോട്ട് കൂടി നടന്ന് പണിയെടുക്കായിരുന്നില്ലേടി. ഞാൻ പോവാത്ത ഇടങ്ങളുണ്ടാ കേരളത്തില്. അങ്കമാലി, ചാലക്കുടി, ആലുവ, പുനലൂര് എല്ലായിടത്തും ഇങ്ങനെ നടക്കായിരുന്നില്ലേ. അതിനൊക്കെ ശേഷം റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടില് സ്വസ്ഥമായിട്ട് ഇരുന്നപ്പോഴാണ് നിന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ അനുഭവിച്ചറിയുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല, ഇന്ന് രാവിലെ മുതൽ നിങ്ങക്ക് എന്താ പറ്റിയേ? എന്റെ സത്യസന്ധമായ സ്നേഹം അത് നിനക്ക് തിരിച്ചറിയാൻ പറ്റണില്ലേ സീതേ? അതൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഈ പെട്ടെന്ന് വന്ന സ്നേഹത്തിന്റെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. പെട്ടെന്ന് പറയാനേ, ഞാൻ നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ പോയി. ഞാൻ നിനക്ക് എപ്പോഴും വാങ്ങിത്തരാറുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്ത് സാധനം അത്? നീ ഒന്ന് ഗസ് ചെയ്യ്. അല്ല. സാരി? ഏയ്, സ്വർണ്ണവളയാണോ? ഒന്ന് പോസ് ചെയ്തെന്ന്. അല്ലേ? അല്ല. ചെവിത്തോണ്ടി? അയ്യേ, നീ അൺറൊമാൻറ്റിക് ആണല്ലോ. ഇനി നീ ഗസ് ചെയ്യണ്ട. അടുത്ത പറയാൻ പോണത് എന്താണെന്ന് എനിക്കറിയാം. പല്ലൂത്തി. അതിനു മുമ്പ് ഞാൻ സാധനം എടുത്തു തരാം. അവിടെ എന്തായാലും ടണ്ടടാ. ഐസ്ക്രീം.
ഐസ്ക്രീം മാത്രമല്ല കോരി തിന്നാൻ കോലും ഉണ്ട്. അതെ, ഈ ഐസ്ക്രീം നീ അങ്ങ് കഴിക്കേ, നിന്റെ മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ. അല്ല മക്കളൊക്കെ അവിടെ ഉള്ളപ്പോഴത്തേനും മോശമല്ല തന്നെ കഴിക്കും. അതൊന്നും നോക്കണ്ട, ഞാൻ സ്നേഹത്തോടെ തരുന്നതാണ്. നീ ആദ്യം കഴിക്കേ. കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല, നീ കഴിക്കേ. ലച്ചു എന്തേലും വിചാരിക്കും അവക്ക് കൊടുക്കാൻ. ആരും ഒന്നും വിചാരിക്കും. പാറോ നീ അത് കഴിച്ചേ. പൊട്ടിയില്ലേ? ചോക്ലേറ്റാ? ഇതേ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ, വഴക്ക് പറയരുത്. ഒരെണ്ണം ഞാനും കഴിക്കും, ഷുഗർ ഒന്നും നോക്കണ്ട. എന്നാ വാ, ഇരുന്ന് കഴിക്കാം. സിതുസേ, ആദ്യത്തെ കോരി നിനക്ക്. സൂപ്പറാ. എന്ത് മര്യാദകേടാണ്. ഞാനൊരു കോര് അങ്ങോട്ട് തന്നു, സ്വാഭാവികമായിട്ട് അടുത്ത കോര് നീ എനിക്ക് തരണ്ടേ? അതല്ലേ നാട്ടു നടപ്പ്. എന്തേലും കണ്ടു കഴിഞ്ഞാല് പിന്നെ എന്നെ മറന്നേക്കണം. മറന്നു പോയതല്ലേ? അതിനെന്താ? ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കുവാണല്ലേ? ഞങ്ങൾക്ക് വേണം ഐസ്ക്രീം.